ഭഗവത്ഗീത ഇന്നത്തെ കാലത്തിനുള്ള കാലാതീതമായ പാഠങ്ങൾ. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങൾ ഒരു യുദ്ധക്കളത്തിന്റെ നടുക്ക് നിൽക്കുകയാണ്. ചുറ്റും ബഹളം, ഭയം, അനിശ്ചിതത്വം. ഒരു നിമിഷത്തിൽ ആരോ ഒരാൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന വാക്കുകൾ ചെവിയിൽ മന്ത്രിക്കുന്നു. ആ മന്ത്രമാണ് ഭഗവത്ഗീത. ശരിക്കും 5000-ലധികം വർഷങ്ങളായി ആത്മാക്കൾക്ക് വഴികാട്ടിയായ ഒരു മന്ത്രം. പക്ഷേ ഒരു കാര്യമുണ്ട്, യഥാർത്ഥ യുദ്ധക്കളം അത് പുറത്തല്ല, അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലാണ്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം. പാണ്ഡവ രാജകുമാരനായ അർജുനൻ സ്വന്തം ബന്ധുക്കൾക്കും ഗുരുക്കന്മാർക്കുമെതിരെ യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ ആകെ തകർന്നു പോകുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവന്റെ വില്ല് താഴെ വീഴുന്നു. അപ്പോൾ അവന്റെ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉത്തരവുകൾ നൽകുന്നതിന് പകരം അവനോട് ചില സത്യങ്ങൾ സംസാരിക്കുകയാണ് ചെയ്തത്. അർജുനന്റെ ആശയക്കുഴപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ആശയക്കുഴപ്പമാണ്. അവന്റെ ചോദ്യങ്ങൾ നമ്മുടെ ചോദ്യങ്ങളാണ്. അന്ന് കൃഷ്ണൻ നൽകിയ ഉത്തരങ്ങൾക്ക് എന്നത്തേക്കാളും പ്രസക്തിയുണ്ട്. ഗീതയിലെ ഏറ്റവും ശക്തമായ ഒരു വാക്യമുണ്ട്: നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, അതിൻ്റെ ഫലങ്ങൾ ഒരു കാലത്തും അധികാരമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഫലങ്ങൾക്കടിമപ്പെട്ട് ഒരു ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പരീക്ഷയിലെ മാർക്കുകൾ, പ്രമോഷനുകൾ, സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഫോളോവേഴ്സ്. എന്നാൽ കൃഷ്ണൻ പറയുന്നു, നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക, ഫലത്തെക്കുറിച്ചുള്ള ആകുലത ഉപേക്ഷിക്കുക. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഈ ജോലി ചെയ്യുന്നത് എനിക്കിതിഷ്ടമുള്ളതുകൊണ്ടാണോ അതോ ലോകം കൈയടിക്കാൻ വേണ്ടിയാണോ? സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, മനസ്സിനെ കീഴടക്കിയവന് മനസ്സ് ഏറ്റവും നല്ല സുഹൃത്താണ്, എന്നാൽ അതിന് കഴിയാത്തവനോ മനസ്സ് ഏറ്റവും വലിയ ശത്രുവായി മാറുന്നു. ഇതെത്ര സത്യമാണ്! എത്ര തവണയാണ് നമ്മൾ ആവശ്യമില്ലാതെ ഫോണിൽ സമയം കളയുന്നത്, വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പ്രവർത്തിക്കുന്നത്? അതെല്ലാം മനസ്സ് നമ്മളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ്. അതിനെ മറികടക്കാൻ ഒരു ചെറിയ വഴി ഇതാ. എന്തും ചെയ്യുന്നതിന് മുമ്പ് ഒരൊറ്റ നിമിഷം, ഒരൊറ്റ ശ്വാസം ഒന്ന് നിർത്തിയിട്ട് മാത്രം പ്രതികരിക്കുക. ആ ഒരു നിമിഷം മതി നമ്മുടെ നിയന്ത്രണം തിരികെ കിട്ടാൻ. ഗീത നമ്മെ പഠിപ്പിക്കുന്നു, വിജയത്തിലും പരാജയത്തിലുമുള്ള ആസക്തി ഉപേക്ഷിച്ച് സമചിത്തതയോടെ നിന്റെ കർത്തവ്യം ചെയ്യുക. നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ അജയ്യരാണെന്ന് അഹങ്കരിക്കും, തോൽക്കുമ്പോഴോ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് കരുതി തകർന്നു പോകും. പക്ഷെ ഗീത പറയുന്നു, ഇവ രണ്ടും മായയാണ്. ജയവും പരാജയവും വരും പോകും. സത്യം നിലനിൽക്കുന്നത് സമചിത്തതയിലാണ്. പരീക്ഷാഫലമോ കച്ചവടത്തിലെ ലാഭനഷ്ടങ്ങളോ കളിയിലെ ജയപരാജയങ്ങളോ ആകട്ടെ, അതിൻ്റെ ഒന്നും ഉടമസ്ഥതയിൽ നിങ്ങളുടെ സമാധാനത്തെ വിട്ടുകൊടുക്കരുത്. ഗീതയുടെ ഹൃദയഭാഗത്ത് കൃഷ്ണൻ അർജുനന് ഉറപ്പു നൽകുന്നുണ്ട്, എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ച് എന്നെ മാത്രം ശരണം പ്രാപിക്കുക, ഞാൻ നിന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാം. ഇവിടെ സമർപ്പണം എന്ന് പറഞ്ഞാൽ തോൽവി സമ്മതിക്കലല്ല, മറിച്ച് എല്ലാം ചെയ്യുന്നത് ഞാനാണ് എന്ന അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ജീവിതത്തിന്റെ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുക എന്നതാണ്. നമ്മുടെ പ്ലാനുകൾ തകർന്നടിയുകയും എന്നാൽ ജീവിതം അതിലും മികച്ച എന്തെങ്കിലും നമുക്കായി ഒരുക്കി വെക്കുകയും ചെയ്ത നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തു നോക്കൂ. അതാണ് സമർപ്പണത്തിന്റെ ശക്തി. ഇന്നത്തെ ലോകത്ത് നമുക്ക് ചുറ്റും ഉപദേശങ്ങളുടെ ഒരു ബഹളമാണ്. സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ, മോട്ടിവേഷണൽ റീലുകൾ, തീരാത്ത പ്രൊഡക്ടിവിറ്റി ഹാക്കുകൾ. ഇവയെല്ലാം നല്ലതാണ്, പക്ഷെ പലപ്പോഴും അവ ഒരു ദിവസത്തേക്കുള്ള ഊർജം മാത്രമേ നൽകാറുള്ളൂ. എന്നാൽ ഗീത അതല്ല. ഗീത നിങ്ങളെ ഒരു ദിവസത്തേക്ക് മോട്ടിവേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ജീവിതകാലം മുഴുവൻ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. കുരുക്ഷേത്രത്തിലെ ആ യുദ്ധക്കളം നമ്മളെല്ലാവരുടെയും ഉള്ളിലുണ്ട്. സംശയവും ഭയവും ലക്ഷ്യബോധവും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരിടം. പക്ഷെ അർജുനനെ പോലെ നമുക്കും ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ഭയന്ന് വിറങ്ങലിച്ച് നിൽക്കണോ അതോ ഉള്ളിലെ ആ ജ്ഞാനത്തിന്റെ ശബ്ദം കേൾക്കണോ എന്ന്. ഭഗവത്ഗീതയിൽ നിന്നുള്ള നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാഠം ഏതാണ്? താഴെ കമന്റുകളിൽ പങ്കുവയ്ക്കൂ. പുരാതനമായ ജ്ഞാനം ആധുനിക ആത്മാക്കൾക്ക് വഴികാട്ടുന്ന ഒരിടം നമുക്കൊരുമിച്ച് സൃഷ്ടിക്കാം. നന്ദി.